തൃശൂർ വിൽവട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് തീയിട്ട സംഭവത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മാസ്ക് ധരിച്ചെത്തിയ ആളാണ് പെട്രോൾ ഒഴിച്ച് തീയിട്ട ശേഷം രക്ഷപ്പെട്ടത്. പരിക്കേറ്റ ഹെഡ് ക്ലർക്ക് അനൂപ് ചികിത്സയിലാണ്. ആശുപത്രിയിലുണ്ടായിരുന്ന ജീവനക്കാരുടെ മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന്. സൂരജ്, പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ചില നടപടികളിലേക്ക് തെളിവ് ശേഖരണത്തിലേക്കൊക്കെ കടക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിയിലേക്ക് എത്താൻ തക്ക സൂചനകൾ ഈ ഘട്ടത്തിൽ പോലീസിനുണ്ടോ സൂരജ്? പ്രധാനമായും ജീവനക്കാരുടെ മൊഴി ഒന്നുകൂടി പോലീസ് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംഭവം കണ്ടിട്ടുള്ളത് ഈ പരിക്കേറ്റ അനൂപ് മാത്രമാണ് ഈ പ്രതിയെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അനൂപിന്റെ മൊഴിയിൽ കൂടുതൽ വ്യക്തത വരുത്താനുള്ള ഒരു ശ്രമമാണ് പോലീസ് ഈ ഘട്ടത്തിൽ നടത്തുന്നത്. രാവിലെ ഈ ഫോറൻസിക് സംഘം അടക്കം ഈ മേഖലയിലെത്തി പരിശോധന നടത്തും. അതിനുശേഷം മാത്രമായിരിക്കും ഈ സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരിക എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇന്നലെ 6:30 ഈ മാസ്ക് ധരിച്ചെത്തിയ ഒരാൾ ഈ ആശുപത്രിക്ക് നേരെ ഈ പെട്രോൾ ഒഴിക്കുന്നതും പിന്നീട് തീയിടുന്നതും ആശുപത്രിയിലെ ഓഫീസ് മുറിയിലും അതുപോലെ തന്നെ ഈ ഫാർമസി മുറിയിലുമായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. അതിനിടയിൽ ഈ പെട്രോൾ വീണാണ് അനൂപിന് പരിക്കേറ്റത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. 18-ാം തീയതി മരുന്നിന് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞ് ഒരാൾ ഇവിടെ എത്തി ഈ തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇയാളാണ് ഈ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് അനൂപിന്റെ മൊഴി. എന്തായാലും ജീവനക്കാരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രതികളിലേക്ക് അധികം വൈകാതെ പ്രതിയിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാണ്. ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്.